ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ്. അർ-റഹ്മാനിർ റഹീം എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ പരിശുദ്ധമായ സൂക്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളിൽപ്പെട്ട രണ്ട് നാമമാണ് അർ-റഹ്മാൻ എന്നതും അർ-റഹീം എന്നതും. അള്ളാഹുവിൻ്റെ അതുല്യമായ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന പേരുകളാണ് റഹ്മാനും റഹീമും. റഹ്മാൻ എന്നാൽ പരമദയാലു, പരമകാരുണികൻ എന്നൊക്കെയാണ് അർത്ഥം. റഹീം എന്നാൽ ഒരുപാട് അത്യധികം കാരുണ്യം ചെയ്യുന്നവൻ, ദയ ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. റഹ്മാൻ എന്നത് റഹീം എന്ന പദത്തിനേക്കാൾ കൂടുതൽ വ്യാപകാർത്ഥമുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് അവനെ അനുസരിക്കുന്നവർക്ക് റഹ്മത്ത് ചെയ്യുന്നുണ്ട്, അവനെ അനുസരിക്കാത്തവർക്ക് റഹ്മത്ത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി വ്യാപകമായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയാണ് റഹ്മാൻ എന്ന പദം സൂചിപ്പിക്കുന്നത്. റഹീം എന്നാൽ പരലോകത്ത് വെച്ച്, ഇവിടെ വെച്ച് അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം പരലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ പ്രത്യേക റഹ്മത്ത് ചെയ്യുന്നവൻ എന്നാണ് റഹീമിൻ്റെ അർത്ഥം. ഇങ്ങനെയാണ് ഒരു അഭിപ്രായത്തിലുള്ള, ഒരു തരത്തിലുള്ള രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ പരമദയാലു എന്ന് പറയുമ്പോൾ പരമം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കാരുണ്യമെന്നാണ്. അപ്പോൾ അങ്ങേയറ്റത്തെ കാരുണ്യം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒന്നില്ല. പിതാവ് നമ്മോട് കരുണ കാണിക്കുന്നു, അതിൻ്റെ അപ്പുറം ഉമ്മയുടെ കരുണയുണ്ടാവാം. ഉമ്മയുടെ കരുണയുടെ അപ്പുറം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരുണയുണ്ടാകാം. മുത്തുനബി തങ്ങളുടെ അപ്പുറം അള്ളാഹുവിൻ്റെ കരുണയുണ്ടാകാം. എന്നാൽ അള്ളാഹുവിൻ്റെ അപ്പുറം മറ്റൊരു കരുണയില്ല, അങ്ങേയറ്റം. അതാണ് പരമദയാലു എന്നതിൻ്റെ അർത്ഥം. റഹ്മാൻ എന്ന പദം, റഹ്മാൻ എന്ന പേര് അള്ളാഹുവിന് മാത്രം വെക്കാൻ പറ്റുന്ന പേരാണ്. മറ്റൊരു വ്യക്തിക്കും, കഴിഞ്ഞ ദിവസം അള്ളാഹ് എന്ന നാമത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ റഹ്മാൻ എന്നത് അള്ളാഹുവിന് പ്രത്യേകമായ പേരാണ്. റഹീം എന്നത് മറ്റുള്ളവർക്ക് ഉപയോഗിച്ചു എന്ന് കരുതി പ്രശ്നമില്ല. അപ്പോൾ റഹ്മാൻ എന്നത്, ഒരു റാസിമ പറയുന്നുണ്ട്, റഹ്മാൻ എന്നത് അള്ളാഹു സുബ്ഹാനഹു മറ്റുള്ള സൃഷ്ടികൾക്ക് പരസ്പരം പല റഹ്മത്തും ചെയ്യാൻ പറ്റും. സൃഷ്ടികൾ പരസ്പരം മറ്റുള്ളവർക്ക് പല കരുണയും ചെയ്യാൻ പറ്റും. ആ കരുണ എന്തായാലും അള്ളാഹു ചെയ്യും. അതിനെക്കുറിച്ചാണ് റഹീം എന്ന് പറയുന്നത്. സൃഷ്ടികൾക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത വണ്ണമായ അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്യുന്നു. അതിനെക്കുറിച്ചാണ് റഹ്മാൻ എന്ന് പറയുന്നത് എന്ന ഒരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ല പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റഹ്മാൻ എന്ന വലിയ അർത്ഥമുള്ള ഒരു പേര് പറഞ്ഞതിന് ശേഷം റഹീം എന്ന അതിനത്ര അർത്ഥവ്യാപ്തിയില്ലാത്ത റഹീം എന്ന് പറഞ്ഞത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഇമാം റാസി റഹിമഹുല്ല മറുപടി പറയുന്നുണ്ട്. റഹ്മാൻ എന്നാൽ വലിയ കാരുണ്യങ്ങൾ ചെയ്യുന്നവനെന്നാണ്. അപ്പോൾ റഹ്മാൻ മാത്രം പറഞ്ഞാൽ അള്ളാഹുവിനോട് പരലോകം, സ്വർഗം, ഇതുപോലത്തെ വലിയ അനുഗ്രഹങ്ങൾ റബ്ബിനോട് ചോദിക്കാം എന്ന് അതിൽ നിന്ന് കിട്ടും. എന്നാൽ ചെറിയ അനുഗ്രഹങ്ങൾ, ചെറിയ ചെറിയ കാരുണ്യങ്ങൾ, അതൊന്നും റബ്ബിനോട് ചോദിക്കാൻ പറ്റൂല. അള്ളാഹുവിനോട് വലിയ വലിയ കാര്യങ്ങളെ ചോദിക്കാൻ പറ്റൂ എന്ന ഒരു ധ്വനിയില്ലാതിരിക്കാൻ വേണ്ടിയാണ് റഹീം എന്നത് പിന്നെ പറഞ്ഞത്. നിങ്ങൾക്ക് കറിയിൽ ഉപ്പില്ലെങ്കിലും, നിങ്ങൾക്ക് ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാലും എല്ലാം നിങ്ങളുടെ റബ്ബിനോട് ചോദിക്കാം, എന്തും ചോദിക്കാം എന്നാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ അതുല്യമായ റഹ്മത്തിനെ സൂചിപ്പിക്കുന്ന രണ്ട് നാമങ്ങളാണ് റഹ്മാൻ, റഹീം എന്നത്. ഈ റഹ്മാൻ, റഹീം എന്ന വിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ദിക്ർ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് നമ്മുടെ മനസ്സിന് കാരുണ്യമുണ്ടാകാൻ, മറ്റുള്ളവരോട് അനുകമ്പയുണ്ടാകാനൊക്കെ ഈ ദിക്ർ ദിവസവും 100 തവണ റഹീം എന്ന പദം ചൊല്ലിയാൽ മനസ്സിന് മൃദുത്വമുണ്ടാകുമെന്നൊക്കെ ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി തങ്ങൾ സഅദത്തു ദാറിൻ എന്ന കിതാബിൽ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ടായ ഈ റഹ്മത്ത് നമ്മുടെ മനസ്സിനുള്ളിലേക്ക്, മറ്റുള്ളവർക്ക് റഹ്മത്ത് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഹൃദയത്തിൽ എന്നൊരു ചിന്ത ഉണ്ടാവാൻ ഇത് നമ്മൾ ഉരുവിടുന്നത് കാരണമാകുമെന്ന് ഇമാമിങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിനെ മനസ്സിലാക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിൻ്റെ പാത്രമാകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം തങ്ങൾ ഒരു ചരിത്രം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് ആ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരു കാക്ക വന്ന് ഒരു റൊട്ടി കഷ്ണം കൊത്തിക്കൊണ്ടുപോകുന്നുണ്ട്. ആ കാക്കയെ ബഹുമാനപ്പെട്ടവർ പിന്തുടർന്നു, എവിടേക്കാണ് അത് കൊണ്ടുപോകുന്നത് എന്നറിയാൻ വേണ്ടി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ തുടർന്നപ്പോൾ ആ കാക്ക ഒരു മരത്തിൻ്റെ മേൽ ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിക്ക്, കെട്ടിയിടപ്പെട്ട ഒരു വ്യക്തിക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെത്ര വലിയ ഭക്ഷണമോ പാനീയമോ
ആവശ്യമായതൊന്നും കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ പോലും അവിടെയൊക്കെയും നമുക്ക് വേണ്ടത് എത്തിച്ചു നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യും. ഇത്തരത്തിലുള്ള റഹ്മത്തിനെയൊക്കെയാണ് റഹ്മാനിയത്ത് സൂചിപ്പിക്കുന്നത് എന്ന് ഉദാഹരണം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.